അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി. ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഈ സൂറത്ത് വലിയ മഹത്വമുള്ളതാണ്. വിശേഷ റമളാൻ മാസം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, കടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ രോഗമുള്ളവരുണ്ട്, അതുപോലെ ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ജോലിയില്ലാത്തവരുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മഹത്തായ ഒരു സൂറത്താണ്. വിശിഷ്യ പരിശുദ്ധ റമളാനാണ്. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന മാസമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് 1000 വട്ടം ഓതിയാൽ, ചെറിയ സൂറത്താണ്, പക്ഷെ 1000 വട്ടം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, വീട്ടിൽ നിന്ന് പോയാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പോയാൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന്റെ സമയം, പോകുന്ന സമയം ഈ സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ട് ഇറങ്ങിപ്പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പൊ അത്ര വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. എപ്പോഴാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്, എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്, ഏതാണ് സൂറത്ത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. സാധാരണ മാസം ഓതുന്നത് പോലെയല്ല പരിശുദ്ധ റമളാനിൽ നമ്മൾ ഖുർആൻ ഓതിയാൽ, ഈ സൂറത്തൊക്കെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ്. പരിശുദ്ധ റമളാനിലെ റഹ്മത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ 10 ദിവസങ്ങളും അമൽ ചെയ്ത് എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്തത്, അല്ലാഹു ഈ അമലുകളൊക്കെ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഓരോ മുഅ്മിനീങ്ങളും ചിന്തിക്കണം, അല്ലാഹുവേ റഹ്മത്തിന്റെ 10 ഞാൻ ചോദിച്ചു മേടിച്ചോ അതോ ഞാൻ അശ്രദ്ധയോടുകൂടി പോയോ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം. അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറയുകയാണ്, സഹാബ, നിങ്ങൾ നോമ്പുകാരനായി നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് തുറക്കുന്നത് വരെ ഒരു യഥാർത്ഥ നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, മേഘങ്ങൾക്കപ്പുറത്തേക്ക് അത് സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുപോകുന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോമ്പ് പിടിച്ചുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരൻ ആരെയും കുറിച്ച് പരിദൂഷണം പറയാതെ, കളിയാക്കാതെ, ആക്ഷേപിക്കാതെ, അതുപോലെ ജനങ്ങളെ ആക്ഷേപിക്കാതെ അവൻ യഥാർത്ഥ നോമ്പുകാരനായി അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിക്കൊണ്ട് നോമ്പുകാരനായി നിന്നാൽ അവന്റെ പ്രാർത്ഥനകളും ദുആകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങൾക്കപ്പുറത്തേക്ക് അല്ലാഹു മലക്കുകൾ കൊണ്ടുപോയി അവന്റെ ദുആകളും പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുന്നതാണെന്ന് ഹബീബുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ എങ്ങനെയുള്ള മാസമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു മുഴുവൻ അടച്ചിടുന്ന മാസമാണ്. നരകശിക്ഷ നിർത്തി വെക്കുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ ജനങ്ങളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തി വിടുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ നരകത്തിന്റെ മാലാഖമാർ ചങ്ങലയിലിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. കയ്യിലിരിക്കുന്ന ചങ്ങല കണ്ട് കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് മുഖത്തടിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തെത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, കാരുണ്യത്തിന്റെ നേതാവേ, എനിക്ക് ആരുമില്ല നബിയേ, എല്ലാവരും സ്വർഗത്തിലേക്ക് പോവുകയാണല്ലോ, എന്നെയും ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2 കരങ്ങളും ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹ്, ഈ പാവപ്പെട്ടവർ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്ത് തീരുമ്പോൾ ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ നബിയേ, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല, അങ്ങ് ദുആ ചെയ്താലും അത്
സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ റബ്ബി, അല്ലാഹുവേ, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സ്വർഗ്ഗത്തിൽ കടത്താമെന്ന് നീ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടല്ലോ. റഹ്മാനായ റബ്ബേ, പിന്നെ എന്തുകൊണ്ട് എന്റെ ദുആ സ്വീകരിക്കുന്നില്ല? ആ സമയത്ത് ഒരു ശരീരി കേൾക്കുകയാണ്, അങ്ങയുടെ ദുആ സ്വീകരിക്കാത്തത് അതിനൊരു തടസ്സമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആ തടസ്സം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്റെ ദുആയെ തടയുന്ന വസ്തു ഏതാണ്? ആ സമയം പരിശുദ്ധ റമളാൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി ഉണ്ടായിരുന്നു, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഓരോ രാത്രിയിലും 1,00,000 പേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. യാ റസൂലല്ലാഹ്, മാത്രമല്ല പരിശുദ്ധ റമളാനിന്റെ പൊറുക്കലിന് 10 ദിവസങ്ങൾ നൽകപ്പെട്ടു, റഹ്മത്തിന്റെ 10 ദിവസങ്ങൾ നൽകപ്പെട്ടു, സ്വർഗ്ഗം ചോദിച്ചു മേടിക്കാനുള്ള 10 ദിവസങ്ങൾ നൽകപ്പെട്ടു. കൊച്ചു കുട്ടികൾ വരെ നോമ്പ് പിടിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. ഈ മനുഷ്യനാകട്ടെ, അല്ലാഹുവിന്റെ റസൂലേ, റമളാൻ മാസം കടന്നു വന്നാൽ ആ റമളാന് നോമ്പെടുക്കാതെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ, പരിശുദ്ധ റമളാനിനെ അവഹേളിക്കുന്ന രീതിക്ക് നടന്ന ഒരു മനുഷ്യനാണ്. പള്ളിയിൽ കയറി ഇബാദത്ത് ചെയ്യാതെ, നമസ്കരിക്കാതെ, ദാനധർമ്മങ്ങൾ ചെയ്യാതെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ നടന്ന ഒരു അഹങ്കാരിയായ മനുഷ്യനാണ്. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ പരിശുദ്ധ റമളാൻ നമ്മളെ മുന്നിൽ കടന്നു വന്നു. എത്ര ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, എത്ര പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ, ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ, ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ 100 വർഷം നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഇത് പറഞ്ഞതാരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് റമളാനിൽ ഒരു ഖത്മെങ്കിലും നമ്മൾ പൂർത്തിയാക്കണം. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ ഒരു ഖത്മെങ്കിലും നിങ്ങൾ പൂർത്തിയാക്കണേ. അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ സൂറത്ത് നിങ്ങൾ ഓതിയാൽ എത്ര മഹത്വമായിരിക്കും അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്തിന് ഒരുപാട് മഹത്വമുണ്ട്. പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. ശൈത്താനെ അട്ടിയോടിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ സൂറത്താണിത്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിയാൽ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തെ കാക്കപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങൾ ഖബർ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഖബറിന്റെ അരികിൽ പോയി ഈ സൂറത്ത് 7 പ്രാവശ്യം ഓതിയാൽ, ഈ സൂറത്ത് 7 പ്രാവശ്യം നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ഈ സൂറത്ത് ഓതിയാൾക്കും അതുപോലെ തന്നെ ഖബറിൽ കിടക്കുന്ന ആളിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, പരിശുദ്ധ റമളാൻ നമ്മൾ ഇത് ഓതിയാൽ പുണ്യങ്ങൾ ഏറെയാണ്, ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഖബറാളിക്ക് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളെ അല്ലാഹു മാറ്റുന്നതാണ് ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കിയാൽ അല്ലാഹു എല്ലാ ദോഷങ്ങളും അവന് പുറത്തു കൊടുക്കുന്നതാണ്. കിടക്കാൻ നേരം ഈ സൂറത്തിനെ 11 വട്ടം പാരായണം ചെയ്താൽ ശൈത്താനിൽ നിന്ന് അവന് കാവൽ അല്ലാഹു നൽകപ്പെടുന്നതാണ്. മാത്രമല്ല അല്ലാഹു അവന് ചുറ്റും മലക്കുകളെ നിയമിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ സൂറത്താണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി. നമ്മുടെ ഇടയിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ രോഗങ്ങൾ
കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. ഈ സൂറത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് 1000 വട്ടം ഓതിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് പോയാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്തിന് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ഖദറാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ഖദറിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഈ സൂറത്തിനെ നമ്മൾ പരിശുദ്ധ റമളാനിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഓതുക. അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു പടച്ചുവൻ തട്ടി നിൽക്കുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. ആ മഹത്തായ സൂറത്ത് നമുക്കൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. അല്ലാഹുവേ, ഞങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ഓതുമ്പോൾ അല്ലാഹുവേ നീ ഇത് ഖബൂൽ ചെയ്യണേ. അല്ലാഹ്, ഈ പറഞ്ഞതും കേട്ടതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലാകാൻ ഒരു കാരണമാക്കണേ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്തത് റബ്ബേ. അത് ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ ഖുർആനിന്റെ മഹത്വങ്ങളാണ് അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ നേരിടുന്ന സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും നീ നീക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വിശാലത നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബിറഹ്മുഹാ കമാ റബ്ബൗനാ സഗീറാ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഇതെല്ലാം ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, നിങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. അതുപോലെ പടച്ചവരെ, എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനങ്ങളുടെ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ബുദ്ധിമുട്ടുകൾ, നേറുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ, അപകടങ്ങൾ, അപകടവർണ്ണങ്ങൾ എല്ലാം അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, എത്രയോ പേര് രോഗികളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്ത് നൽകണേ പടച്ചവരെ. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളാണ്. അല്ലാഹുവേ, സർവ്വ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അപകടമരണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവരെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഗൾഫ് മേഖലയിൽ അല്ലാഹുവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തെ മാറ്റണേ അല്ലാഹ്. ഒരു സമാധാന അന്തരീക്ഷം അവർക്ക് നൽകണേ അല്ലാഹ്. യുദ്ധഭീതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഭരണാധികാരികളുടെ നീ സ്നേഹങ്ങൾ ഊട്ടി ഉറപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്നേഹങ്ങൾ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിലൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ അല്ലാഹുവേ
ഞങ്ങളെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വസ്തുക്കളിൽ ഞങ്ങളെ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.